ഹലോ ഫ്രണ്ട്സ്, മാസ്റ്റർ പീസ് വ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള ചെറിയ റെസിപ്പി കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്, അതുകൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ സംഭവമാണ്. കുട്ടികൾക്കൊക്കെ ഐസിന് താല്പര്യം ഉണ്ടാവും, അതുകൊണ്ട് ഐസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വളരെ സിമ്പിളായിട്ട് 2 ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണെന്ന് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല, എങ്ങനെ നമുക്ക് ഈ ഒരു ഐസ് ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഗൈസ് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. വളരെ സിമ്പിളാണെന്ന് പറഞ്ഞു. വത്തക്കയും അതുപോലെ തന്നെ വത്തക്ക എന്ന് പറഞ്ഞാൽ തണ്ണിമത്തനും അതുപോലെ തന്നെ പഞ്ചസാരയും മാത്രം മതി കേട്ടോ. അപ്പോൾ പഞ്ചസാരയും വത്തക്കയും ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. നമ്മളവിടെ വത്തക്ക എന്നാണ് ഇതിന് പറയാറുള്ളത്, നിങ്ങളവിടെ എന്താണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മുടെ സച്ചുമോന് തന്നെ സച്ചുട്ടന് ഇന്നലെ ഐസ് വേണമെന്നില്ല ഭയങ്കര പരാതി, അതുകൊണ്ട് മാത്രമായിട്ട് അത് ഉണ്ടാക്കിയത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വത്തക്ക ഒന്ന് മുറിച്ചെടുക്കാം. ഞാനിവിടെ ഒരു വത്തക്ക ഇവിടെ 1/4 ഭാഗമാണ് എടുത്തിരിക്കുന്നത്. ഇതിന് അളവ് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, എന്തായാലും ഞാൻ ഇവിടെ എടുക്കുന്ന അളവ് നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും 1/4 ഭാഗം വത്തക്ക നമ്മൾ എടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷം നമ്മളിത് കട്ട് ചെയ്യാൻ പോവാണ്. ചെറുതായിട്ട് നൈസായിട്ട് കട്ട് ചെയ്യുക. നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ വേണ്ടി മാത്രം എന്നുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ കുരുകളെല്ലാം കളയണം കേട്ടോ. കുരുവൊന്നും നിർത്തരുത്, അതുകൊണ്ട് തന്നെ കുരുവെല്ലാം ഇതേപോലെ കളയാം. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കുരുകളെല്ലാം കളഞ്ഞു. ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ പഞ്ചസാര ഉപയോഗിക്കാൻ പോകണം. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഇടുക കേട്ടോ. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുള്ളൂ. നല്ല മധുരമുള്ള വത്തക്കയാണ്, അതുകൊണ്ട് തന്നെ 3 ടേബിൾ സ്പൂൺ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലിടാം. ഓക്കെ, പഞ്ചസാര ഇട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. നല്ലതുപോലെ അടിച്ചെടുക്കുക, വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അടിച്ചെടുത്ത് കഴിഞ്ഞു. ഇതാ നമ്മുടെ വത്തക്കയുടെ ഐസിന് ആവശ്യമായിട്ടുള്ള പാനീയം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് അരിപ്പ ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ കുരുകൾ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ എടുക്കാൻ വേണ്ടി കേട്ടോ, അല്ലാതെ അതിനുള്ള കഷ്ണമൊന്നും ഒഴിവാക്കരുത്. എന്തായാലും മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് ഐസ് മോൾഡാണ് വേണ്ടത്. ഇത് നിർബന്ധമുള്ള സംഭവമൊന്നുമല്ല, സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന സംഭവമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്ലാസ്സിൽ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. വീട്ടിലെ ഗ്ലാസ് സാധാരണ പേപ്പർ ഗ്ലാസ്സോ അല്ലെങ്കിൽ സ്റ്റീൽ ഗ്ലാസ്സൊക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇതുപോലെ ഉള്ളവരുണ്ടെങ്കിൽ ഉപയോഗിക്കാം. ഞാനെന്തായാലും ഇതിൻ്റെ മുകളിലുള്ള ഈ അടപ്പും ഈ ലെഗൊന്നും ഉപയോഗിക്കുന്നില്ല. അതിന് പകരം ഞാനിവിടെ സാധാരണ മരത്തിൻ്റെ കഷ്ണം, ഇതേപോലെ കവുങ്ങിൻ്റെ കഷ്ണം കട്ട് ചെയ്തെടുത്ത് പീസാക്കിയെടുത്താണ്. ഇതിൻ്റെ അറ്റത്ത് കണ്ടോ, ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട്. അത് ശരിക്കും പിടിച്ച് നിൽക്കാൻ വേണ്ടി കേട്ടോ. അപ്പോൾ എന്തായാലും ഇതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മോൾഡിലേക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമ്മളൊരു അലുമിനിയം ഫോയിലിൻ്റെ ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് കവർ ചെയ്യാൻ പോവാണ്. ഇത് നിർബന്ധമുള്ള സംഭവമൊന്നുമല്ല. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഫ്രീസറിൽ വെക്കുന്ന സമയത്ത് ഐസ് അതിൻ്റെ മുകളിൽ നിന്നും ഇതിലേക്ക് വീഴാതിരിക്കാനും അതുപോലെ തന്നെ അതിലേക്ക് ഇറക്കി വെക്കുന്ന കോല് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടോ. കോല് ലെഗ് എന്നൊക്കെ പറയും. അപ്പോൾ അതിനു വേണ്ടിയാണ് എല്ലാ ഭാഗത്തും നമ്മളൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ വടി കറക്റ്റായിട്ട് അതിലേക്ക് ഇറക്കി കൊടുക്കാം. അതിൻ്റെ കോലാണിത്, കോലിൽ തന്നെയാണ് പറയാറുള്ളത്, അല്ലെങ്കിൽ ഐസ് കോൽ എന്നൊക്കെ പറയില്ലേ. എന്തായാലും നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ കറക്റ്റായിട്ട് തന്നെ ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് ഫ്രീസറിൽ വെക്കണം. എന്ത് പറയാത്ത ഏത് എന്ത് സൗണ്ടോ? സൗണ്ടല്ലേ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കണേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫ്രീസറിൽ വെക്കാം. ഒരു 8 മണിക്കൂറെങ്കിലും മിനിമം വെക്കണം, അല്ലെങ്കിൽ ഒരു രാത്രി മുതൽ രാവിലെ വരെ. ഓക്കെ, ഇന്ന് എന്തായാലും വൈകുന്നേരം ആയിട്ടുണ്ട്. ഒരു 10 മണിക്കൂറെങ്കിലും എടുക്കും സെറ്റ് ആകാനായിട്ട്. മിനിമം 8 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. എന്തായാലും നമുക്ക് ഫ്രീസറിൽ വെക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ സംഭവം ഇതാ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. 10 മണിക്കൂറിന് ശേഷം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊളിച്ച് നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഭംഗിയുള്ള ഐസ് റെഡി ആയി കഴിഞ്ഞിട്ടോ. ഇത് പെട്ടെന്ന് വലിച്ചൂരരുത് കേട്ടോ. ഇതേപോലെ ഒരു പാത്രം എടുക്കുക. പാത്രത്തിൽ വെള്ളം എടുത്തതിന് ശേഷം അതിൽ ഒരു 30 സെക്കൻഡ് ഇറക്കി വെച്ചതിന് ശേഷം പതുക്കെ ഊരിയെടുത്താൽ മതി, അല്ലെങ്കിൽ കോല് മാത്രം ഊരിപ്പോരുന്നതാണ്. അപ്പോൾ ഇതാ ലക്കിഡിലൻ സാധനം. ഇതിൽ കളറൊന്നും ചേർത്തിട്ടില്ല, ആ വത്തക്കയിലുള്ള കളർ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കുക. കുറേ ആളുകൾ ക്വാറന്റൈനിൽ വീട്ടിലിങ്ങനെ നിൽക്കുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഇതിലും സിമ്പിളായിട്ട് റെസിപ്പി ഇനി കിട്ടുമെന്ന് തോന്നുന്നില്ല. എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഐസ് ഇതാ റെഡി ആയി കഴിഞ്ഞിട്ടോ. അതാ വളരെ സിമ്പിളായിട്ട് 2 ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയ ഐസാണ്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത് അറിയണമല്ലോ. ഓക്കെ,
അടിപൊളിയാണ്. ഒന്നും പറയാനല്ല, വളരെ ടേസ്റ്റുള്ള സംഭവമാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുക. നല്ല മധുരം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. വളരെ ചെറിയ വീഡിയോ ആണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലായിട്ട് അറിയിക്കുക. ഇതുപോലുള്ള കൂടുതൽ റെസിപ്പീസ് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റിൽ പറയട്ടോ. കാരണം ഐസ് ഐറ്റംസ് കുറേ ഉണ്ട്. പാൽ ഐസ്, ചോക്ലേറ്റ് ഐസ്, അങ്ങനെ പലതുണ്ട്. അപ്പോൾ അതിൽ ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ട് നമ്മൾ അവതരിപ്പിച്ച് തരുന്നതാണ്. പിന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ല കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.